നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള 3 പദങ്ങളുണ്ട്. ഒന്ന് അത്തബ്ലീഗ്, ദീനിൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ ഖുർആൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു തരാൻ നിയോഗിതനായ ഒരു ദൂതനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നി ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, അതാണ് തബ്ലീഗ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ അനുചരന്മാരെ ഈ ബാധ്യത ഏൽപ്പിച്ചു. അതിനുശേഷം പ്രവാചകന്റെ അനുചരന്മാർ തബ്ലീഗ്, ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്കും ഈ കേരളക്കരയിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടുള്ളത്. ഈ ദൗത്യം നിർവഹിക്കുന്ന ആളുകളുടെ ഒരു സവിശേഷമായ ഗുണം ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. ദൈവിക സന്ദേശങ്ങളെ മറ്റുള്ളവർക്ക് തബ്ലീഗ് ചെയ്യുന്ന ആളുകൾ, എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അവനെ ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശദീകരണം കൂടി അള്ളാഹു നൽകുന്നുണ്ട്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവരുമാണവർ. അപ്പോൾ ഈ തബ്ലീഗ് നടത്തുന്ന ആളുകളിൽ തന്നെ അള്ളാഹിനെ പേടിക്കുന്നവരും അല്ലാത്തവരെ പേടിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ തബ്ലീഗ് നടത്തന്നെയാണെന്നാണ്. പക്ഷെ ഖുർആൻ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ ആരെയും ഭയപ്പെടാത്ത, അങ്ങനെ നിഷ്കളങ്കവും നിഷ്കപടവും നിർവ്യാജവുമായ വിശുദ്ധമായ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിന്റെ വാഹകരായി ഇതിനെ പ്രബോധനം ചെയ്യുന്നവരാകുന്നു തബ്ലീഗ് പരിപൂർണാർത്ഥത്തിൽ നിർവഹിക്കുന്ന ആളുകൾ എന്ന്. ഇതിന് തന്നെ ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു പദമാണ് ദഅവത്ത് എന്നുള്ളത്. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കലാണ്. ഈ സന്ദേശം എത്തിച്ചു കൊടുത്താൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? ദഅവ എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കുക, അവരിങ്ങോട്ട് ക്ഷണിക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ഇതാണ് ദൈവിക മാർഗം, ഇതാണ് സൃഷ്ടികളായ നമുക്ക് സൃഷ്ടാവായ നാഥനിൽ നിന്ന് കിട്ടിയിട്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ഇത് എത്തിച്ചു കൊടുക്കുക. ഇനി വഴിയിലൂടെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞുള്ള വിളിയാണ്, ക്ഷണമാണിത്. ദഅവത്ത്, തബ്ലീഗും ദഅവത്തും രണ്ടും ഒരുമിച്ച് നടക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. നൂഹ് അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ചരിത്രം സൂറ നൂഹ് എന്ന പേരിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ വഇന്നി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫി ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ. എൻ്റെ ജനതയെ രാവും പകലും ഞാൻ വിളിച്ചു റബ്ബേ എന്നാണ്. അപ്പോൾ തബ്ലീഗ് എന്ന ഈ പരിപാടി നമ്മൾ ജനങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കലും അവരെ ഇങ്ങോട്ട് ക്ഷണിക്കലും ഒക്കെ നിരന്തരമായി നടക്കേണ്ട ഒരു പ്രബോധന പ്രക്രിയയാണ്. ഇതൊരു സ്റ്റോപ്പില്ലതിന്. രാവും പകലും എന്നാ പറയണത്. 8 മണിക്കൂർ ജോലി ചെയ്ത് പിന്നെ ഓഫീസ് പൂട്ടിപ്പോയി
അങ്ങനെ ടൈം സമയബന്ധിതമായി നിർവഹിക്കേണ്ട ഒരു സംഗതിയല്ല. എപ്പോഴാണോ അത് ആവശ്യം അപ്പോഴൊക്കെ സമൂഹത്തിനിടയിൽ നിർവഹിച്ചു കൊടുക്കേണ്ട ഒരു സുപ്രധാനമായ ദൗത്യമായിക്കൊണ്ടാണ് ദഅവത്തിനെയും പരിചയപ്പെടുത്തിക്കൊടുക്കുന്നത്. അത് നടത്തുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ നടക്കേണ്ട ഒരു സംഗതിയാണ് ഇസ്ലാഹ് എന്നുള്ളത്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ഇആദത്തുൻ നാസി ഇലദ്ദീനി സ്വഹീഹ് എന്നാണ്. സ്വഹീഹായ നേരായ ദീനിന്റെ വഴിയിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ ജനങ്ങൾ വഴിതെറ്റിപ്പോകും. എപ്പോഴും 1,24,000-ൽ പരം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നോക്കൂ, പ്രവാചകന്മാരുടെ സന്ദേശം കിട്ടിയ സമൂഹം തന്നെ അത്ര തവണയും എന്ത് ചെയ്തിട്ടുണ്ട്? നേരിൽ നിന്ന്, സത്യത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് തൗഹീദ് പാടെ നഷ്ടപ്പെട്ട് ദീന് തീരെ ഇല്ലാതായി ജനങ്ങളാകെ അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന നിലക്ക് പ്രവാചകന്മാരെ അവൻ നിയോഗിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രവാചകന്മാരൊക്കെ വരാനിടയായത്. അപ്പൊ ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരികയില്ല. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നബിയ ബഅദി വലാ ഉമ്മത ബഅദകും. എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല, നിങ്ങൾക്ക് ശേഷം ഒരു ഉമ്മത്തും ഇനി ഇല്ല. നിങ്ങളുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ, നിങ്ങളാകുന്ന ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തിനെ പോലെയുമല്ല. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ സമൂഹങ്ങളിൽ, സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമുദായമാണ്. ഞാനാണ് അവസാനത്തെ പ്രവാചകൻ, എനിക്ക് ശേഷം ഇനി നബിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളാണ് അവസാനത്തെ ഉമ്മത്ത്. ഒരു പ്രവാചക സമൂഹം എന്ന നിലക്ക് ഇനി ഒരു സമൂഹം ഇവിടെ വരാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ബാധ്യതയാണ് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ദൗത്യം എന്താ? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾ നന്മയുടെ വാഹകരാകണം, നന്മ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം, സത്യത്തെ പ്രസരിപ്പിക്കുന്നവരാകണം. ഇവിടെയുള്ള തിന്മകളെ, അധർമ്മങ്ങളെ, അനീതികളെ അതിനെ തുടച്ചു നീക്കുന്നവരാകണം. അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്, അതിന് പിന്തുണ നൽകരുത്, അതിന് ലൈക്ക് കൊടുക്കരുത്. നിങ്ങൾ നേരായ വഴിയിലൂടെ, ഹിദായത്തിന്റെ വഴിയിലൂടെ ചരിക്കുന്നവരാകണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ശ്രേഷ്ഠ സമൂഹമായ ഖൈറു ഉമ്മത്തായ നമ്മളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളിലും എന്തുണ്ടാകും? ഇങ്ങനെ അധാർമികതകൾ ഉണ്ടാകും, തിന്മകൾ കയറിക്കൂടാൻ സാധ്യതകൾ ഉണ്ടാകും, തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും ഒക്കെ മനുഷ്യ സഹജമായത് വന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മളിലും നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യം ആണെന്ത്? ഇസ്ലാഹ് എന്നുള്ളത്. ഇപ്പൊ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ ഓരോന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറ അംബിയ, അംബിയാക്കളുടെ കഥ പറഞ്ഞു തരുന്ന ഒരു സൂറ കൂടിയാണ്. ഓരോ അംബിയാക്കളും ആദ്യമായി തങ്ങളുടെ സമൂഹത്തോട് പ്രബോധനം ചെയ്ത പ്രധാനപ്പെട്ട വിഷയം ഖുർആൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്, തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. അവിടുന്നാണ് മനുഷ്യന്റെ നന്മ ആരംഭിക്കേണ്ടത്, ലാ ഇലാഹയിൽ നിന്നാണ്. അതുണ്ടെങ്കിലേ മനുഷ്യന് രക്ഷയുള്ളൂ എന്നുള്ളതാണ്. ഇത് പ്രബോധനം ചെയ്ത പോലെ തന്നെ അതാത് കാലഘട്ടങ്ങളിൽ പല വിധത്തിലുള്ള സാമൂഹ്യ തിന്മകളും നിലനിന്നിരുന്നു.
ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവർക്ക് തൗഹീദില്ലായിരുന്നു എന്ന പോലെ തന്നെ ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ തിന്മയായിരുന്നു. അവര് കച്ചവടക്കാരായിരുന്നു, ബിസിനസ്സുകാർ. അപ്പൊ എന്ത് ചെയ്യും? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കും. അങ്ങനെ ജനങ്ങളുടെ സമ്പത്ത് അനർഹമായ നിലയിൽ സമ്പാദിക്കാനുള്ള ഒരു ത്വര അവരിൽ ഉണ്ടായിരുന്നു. ശുഐബ് അലൈഹിസ്സലാം അതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഏകദൈവ വിശ്വാസത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുമ്പോൾ നിങ്ങളിലുള്ള ഈ സാമൂഹ്യ തിന്മ നിങ്ങൾ കൈയൊഴിക്കണം. ജനങ്ങളെ ചൂഷണം ചെയ്യരുത്. ഗുണഭോക്താക്കൾക്ക് അർഹമായ വിഭവങ്ങൾ നിങ്ങൾ കച്ചവടത്തിന്റെ സന്ദർഭത്തിൽ ബിസിനസ് നടത്തുമ്പോൾ നിങ്ങൾ കൃത്യമായി നൽകണം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നൽകി. ഞാൻ ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള തൗഫീഖ്, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പടച്ചവനിലാണ് തവക്കുലാക്കുന്നത്, അവനിലേക്കാണ് ഞാൻ അനുദപിച്ച് മടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ദൗത്യം ആരംഭിച്ചത്. ചുരുക്കി പറഞ്ഞാൽ തബ്ലീഗ് ആണെങ്കിലും ദഅവത്താണെങ്കിലും ഇസ്ലാഹാണെങ്കിലും നിരന്തരമായി സമൂഹത്തിൽ നിലനിൽക്കേണ്ട ഒരു പ്രവർത്തനമായി കൊണ്ട് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇനി നമ്മൾ സമൂഹത്തിൽ ഇസ്ലാഹ് നടത്തുക എന്നുള്ളത് നമ്മുടെ സുപ്രധാനമായ ഡ്യൂട്ടി ആയതുപോലെ തന്നെ വേറൊരു ഇസ്ലാഹിനെ കുറിച്ചും കൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. ഇസ്ലാഹ്, പരിവർത്തനം, മാറ്റം, നവോത്ഥാനം ആദ്യമായി മുളപൊട്ടേണ്ടത് ഓരോ വ്യക്തികളുടെയും മനസ്സിലാണ്. നമ്മളിൽ നിന്ന് തന്നെ അത് തുടങ്ങണം. നമ്മൾ തന്നെ നന്നായിട്ടാണ് മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാൻ തുനിയേണ്ടത്. അപ്പൊ ഇസ്ലാഹ് എവിടുന്ന് തുടങ്ങണം? നമ്മളിൽ നിന്ന് തന്നെ. നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കി, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, നമ്മുടെ ആരാധനകളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കും ശീലങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു നോക്കി നമ്മിൽ പോരായ്മയുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ശരിപ്പെടുത്തി കൊണ്ടുപോകുന്നതിനെയും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ ഇസ്ലാഹിനെ കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനാ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കൊക്കെ മനഃപ്പാടമുള്ള, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദുആ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ പഠിപ്പിക്കുകയല്ല. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതി ഇലൈഹാ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ വജ്അലിൽ മമാത റാഹതൻ ലീ മിൻ കുല്ലി ശർ. നമുക്കൊക്കെ കാണാതെ അറിയാവുന്ന ദുആ തന്നെയല്ലേ? നമ്മൾ ചൊല്ലണം, നിത്യേന ചൊല്ലേണ്ട, ഇസ്ലാഹ് നടത്തി നമ്മൾ സ്വയം ഇസ്ലാഹ് വരുത്തേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇത് പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, അല്ലാഹുവേ എൻ്റെ ദീനിൽ എനിക്ക് നീ ഇസ്ലാഹ് ഉണ്ടാക്കണം, എൻ്റെ ദീനിനെ എനിക്ക് നീ നന്നാക്കി തരണം. ദീന് നന്നാകണം എപ്പോഴും. എന്തിനു വേണ്ടിയാണ് ദീനിനെ നന്നാക്കുന്നത്? ഹുവ ഇസ്മത്തു അംരി എന്നാണ്. എൻ്റെ മുഴുവൻ കാര്യങ്ങളുടെയും സുരക്ഷിതത്വം എൻ്റെ ദീനിലാണ്. നമ്മുടെ സുരക്ഷിതത്വം ഏതിലാണ്? നമ്മുടെ ദീനിലാണ്. നമ്മുടെ ദുനിയാവിലാണോ? നമ്മുടെ ബിസിനസ്സിലാണോ? നമ്മുടെ കൃഷിയിലാണോ? നമ്മുടെ ജോലിയിലാണോ? നമ്മുടെ സാമ്പത്തികമായ സുസ്ഥിതിയിലാണോ?
നമ്മുടെ നന്മ നിലനിൽക്കുന്നത്, സുരക്ഷിതത്വം നിലനിൽക്കുന്നത് അല്ല. പിന്നെന്തിലാണ്? നമ്മുടെ ദീനിലാണ്. ദീനിന് രണ്ട് അർത്ഥതലങ്ങളുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള മതം, ധർമ്മനിഷ്ഠ, സംസ്കാരം, അതൊക്കെ ദീനാണ്. ദീനിന് വേറൊരർത്ഥം കൂടി ഉണ്ട്. ആ അർത്ഥം എന്താണ്? ഇതെല്ലാ ദിവസവും നമ്മൾ 17 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരു സൂറയാണ്, അല്ല പിന്നെ സൂക്തമാണിത്. മാലിക്കി യൗമുദ്ദീൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു ദീനുണ്ട്. മതത്തിന്റെ ദിവസം എന്നാണോ? അല്ല. സംസ്കാരത്തിന്റെ ദിവസമാണോ? അല്ല. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ദീൻ എന്താണ്? പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം. അപ്പൊ പരലോകത്ത് പ്രതിഫലം നൽകുന്ന ദിനത്തിന്റെ ഉടമയാണ് അല്ലാഹു. അപ്പൊ ശരിക്കും നമ്മുടെ ദീനിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് പരലോകത്ത് പ്രതിഫലമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പരലോകത്തുള്ള ഗുണമാണ്. അള്ളാഹുവിന്റെ അജ്റാണ്, അവന്റെ റിളയാണ്, അവന്റെ വജ്ഹാണ്. ഇതൊക്കെ ഖുർആനിൽ തന്നെ പറഞ്ഞ സംഗതിയാണ്. അത് നന്നാക്കിക്കൊണ്ടേ ഇരിക്കണമെന്നാ. പഠിച്ചോനെ എന്റെ ആ ദീനിനെ, അപ്പൊ ആ ദീനിലാണ് വിശ്വാസമുള്ളത്, ദീനിലാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളത്, ഈ ദീനിലാണ് സ്വഭാവങ്ങളുള്ളത്, അതിലാണ് നമ്മൾ പുലർത്തേണ്ട അമാനത്തുള്ളത്. റസൂൽ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ജീവിതത്തിൽ അമാനത്തില്ലാത്തവന് ഈമാന് തന്നെ ഇല്ല. അമാനത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? നമ്മൾ വിശ്വസ്തത എന്ന് പറയും. അമാനത്ത് അതിനേക്കാൾ വിപുലമായ ആശയതലങ്ങളുള്ളൊരു പദമാണ്. സൂറ അഹ്സാബിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുകയല്ല. അമാനത്ത് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, അൽ വുദൂ അമാനത്തു. നമ്മൾ വുദൂ എടുത്താൽ അതെന്താണ്? ഒരു അമാനത്താണ്. ഇവിടെയുള്ള എൻ്റെ സദസ്സിൽ എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന നമ്മുടെ സഹോദരികളിൽ വിവാഹിതരായ കുടുംബിനികളൊക്കെ ഒരു അമാനത്താണ്. ആർക്കുള്ള അമാനത്താണ്? എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അവരുടെ ഭർത്താക്കന്മാരായ പുരുഷന്മാർക്കുള്ള ഒരു അമാനത്താണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്ത്യോപദേശത്തിൽ പറഞ്ഞത്, നിങ്ങൾ വിവാഹിതരാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സഹധർമ്മിണിയെ നിങ്ങൾ വരവേൽക്കുന്നത് അന്തും അഖത്തുമൂഹുന്ന ബി അമാനത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഒരു അമാനത്ത് എന്ന നിലക്കാണ് നിങ്ങൾ അവരെ ഏറ്റെടുക്കുന്നത്, സ്വീകരിക്കുന്നത്. അപ്പൊ അത് ദീനിന്റെ ഭാഗമാണ്. അത് നിർവഹിക്കുന്നവനെ ഈമാനുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അതേപോലെ തന്നെ വലാ ദീന ലിമൻ ലാ ഖുലുഖ ലഹു. സൽ സ്വഭാവം അതില്ലാത്തവൻ എന്തില്ല? ദീനില്ല. ദീനിപ്പോ രണ്ടർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാലും വേണ്ടിയില്ല. സൽസ്വഭാവമില്ലാത്തവൻ എന്തില്ല? പരലോകത്ത് ഏറ്റവും കൂടുതൽ നന്മയുടെ ത്രാസിൽ ഖനം തൂങ്ങുന്നതായി റസൂല് പരിചയപ്പെടുത്തിയ എന്താ? നമ്മുടെ തഹജ്ജുദ് നിസ്കാരാണോ? നമ്മൾ ചെയ്ത ഹജ്ജാണോ? അതിനൊക്കെ അതിന്റെ ശ്രേഷ്ഠതയും പ്രതിഫലമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊന്നും റസൂല് പറഞ്ഞതൊന്നും കുറക്കല്ല. ഖനം തൂങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിങ്ങൾ നോക്കൂ. അസ്ഖലു ഷൈ ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമ അൽ ഖുലുഖുൽ ഹസൻ. ഒരു വിശ്വാസിയുടെ നന്മയുടെ ത്രാസിൽ അന്ത്യദിനത്തിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്ന സാധനം അസ്ഖലു ഷൈ എന്ന് പറഞ്ഞാ നല്ല വെയിറ്റ് ഉണ്ടാകുന്ന കാര്യം എന്താണ്? അൽ ഖുലുഖുൽ ഹസൻ. അവന്റെ നല്ല സ്വഭാവമാണ്, പെരുമാറ്റമാണ്.
അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു കാര്യം. അപ്പൊ നമ്മുടെ ദീനിനെ നന്നാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്ലാഹ് ആരിൽ തന്നെ ഉണ്ടാകണം? നമ്മളിൽ തന്നെ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മറ്റുള്ള ആൾക്കാരിൽ നമ്മൾ ദഅവത്ത്, തബ്ലീഗ്, ഇസ്ലാഹൊക്കെ നടത്തുമ്പോൾ ആദ്യമായി അത് നമ്മിൽ നിന്ന് തുടങ്ങണം, വ്യക്തിഗതമായി. അൽ ഇസ്ലാഹു ശഖ്സി അദ്ദാത്തി അന്നഫ്സി. നമ്മുടെ സംഘടന, നമ്മുടെ പ്രസ്ഥാനം, കേരള മർക്കസ് ദഅവ തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു പരിവർത്തനത്തിനും ഒരു മാറ്റത്തിനും ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തസ്കിയ, തർബിയ പ്രവർത്തനങ്ങൾ നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ അസ്ലിഹി ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. എൻ്റെ കാര്യങ്ങളുടെ മുഴുവൻ സുരക്ഷിതത്വം കുടികൊള്ളുന്നത് എൻ്റെ ദീനിലാണ് റബ്ബേ. ആ ദീനിൽ എനിക്ക് നീ ഇസ്ലാഹ് വരുത്തേണമേ, അത് നന്നാക്കണമേ. അത് നമ്മൾ ദുആ ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ പോരായ്മകൾ എന്ത് ചെയ്യണം? നമ്മളത് തിരുത്തി അത് നന്നാക്കി കൊണ്ടുപോവുകയും വേണം. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. അത് നമ്മുടെ വിവാഹ സമയങ്ങൾ, വിവാഹരങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മുജാഹിദുകൾ, നമ്മുടെ പ്രവർത്തകർ അവരുടെ മക്കളെ കെട്ടിക്കുന്നുണ്ട്, അവരുടെ ആൺമക്കള് വിവാഹം കഴിക്കുന്നുണ്ട്, നമ്മൾ ആ വിവാഹങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ദീനിന് നിരക്കാത്ത, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ലാത്ത ഒരു ആഭാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ വിവാഹരംഗം കുറച്ച് പിടുത്തം വിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പഠിച്ചോനെ, അവരുടെ കല്യാണത്തിലാണല്ലോ ഇതൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നത് എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ജീവിതത്തിൽ ചില സ്വകാര്യതകളൊക്കെ അല്ലേ, ജീവിതത്തിൽ കുറച്ച് സ്വകാര്യതകളൊക്കെ അല്ലേ, അതൊക്കെ വേണം, അതുണ്ട്, അത് പാലിക്കണം, അത് ദീനിന്റെ ഭാഗമാണ്. സ്വകാര്യതകളൊക്കെ പരസ്യമായി വരികയാണെങ്കിൽ അത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സ്വകാര്യതകളൊന്നും ഇല്ല എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പരസ്യമായിട്ടാണോ? പരസ്യമായി പ്രകടിപ്പിക്കേണ്ട സ്നേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കണം. അത് ഏതാണെന്ന് നമുക്കൊക്കെ മനസ്സിലാകും. സ്വകാര്യമായി ചെയ്യേണ്ട, ഒരു ഭാര്യയും ഭർത്താവും സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പരസ്യമായിട്ടാണോ? അല്ല. അവർ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടതിനെ കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു 4 കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പടച്ചോനെ ഓർത്തിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൂലി തരുന്നു. 4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിലൊന്നെന്താണെന്നോ, ഒരു വ്യക്തി തന്റെ സഹധർമ്മിണിയുമായി നടത്തുന്ന നർമ്മസല്ലാപം, മുലാഅബത്തുർ റജുലി അഹ്ലിഹി, അതൊരു പുണ്യകരമായ കാര്യം കൂടിയാണ്. പുണ്യകരമായ കാര്യം കൂടിയാണ്. മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പടച്ചോൻ നിങ്ങൾക്ക് കൂലി തരും. നിങ്ങൾ ആ നേരത്ത് അള്ളാനെ ഓർത്തിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അത് കുടുംബജീവിതത്തിന്റെ ഈണവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ വരെ തന്റെ സഹധർമ്മിണി റസൂലെ നിങ്ങളൊന്ന് കാണണം, കുറച്ച് വർത്താനം പറയണമെന്ന് പറഞ്ഞപ്പോൾ നബി അനുവാദം കൊടുത്തത് ഇത്തികാഫ് ഇരിക്കുമ്പോഴേ പ്രവാചകനെ കാണാൻ പ്രവാചക പത്നിക്ക് സമ്മതം കൊടുത്തു. അവർ കുറെ നേരം സംസാരിച്ചു. അവിടെ ആവശ്യം കഴിഞ്ഞവർ പിരിഞ്ഞുപോയി. നബി പറഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യ ഇന്ന സംശയങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, ഞാൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ നബി പറഞ്ഞു നമുക്ക്. നീ പത്നി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പെണ്ണുങ്ങൾക്കും വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചത്, സംശയം, അതുകൊണ്ട് നബി ഇന്ന മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ അവരെന്തേ പറഞ്ഞത്?
ഒരു ഭാര്യ ഭർത്താവിനോട് പറയാനും ചോദിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നു പോയി. പുണ്യകരമായ ഒരു ആരാധന നിർവഹിക്കുന്നതിനിടയിലാണ് റസൂല് തന്റെ സഹധർമ്മിണിക്ക് ടൈം അനുവദിച്ചു കൊടുത്തുകൊണ്ട്, അവരെ കേൾക്കാൻ അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട്, അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു വിട്ടത്. ഒരു ഇബാദത്തിനിടയിൽ റസൂൽ ഒരു ഇഹ്സാൻ കൂടി ചെയ്യുകയാണ്. അവിടെ രണ്ട് കാര്യം, രണ്ട് കൂലിയാണ് ആ നേരത്ത്. അതാണ് ദീന്. ഈ ഇസ്ലാഹാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. ഇതിപ്പോ സ്റ്റേജിൽ നിന്നാണ്, പരസ്യമായിട്ടാണ് കേട്ടോ. നിക്കാഹാണ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ആരെ പ്രോഗ്രാം ചെയ്ത് നമുക്കറിയില്ല. ഇതൊക്കെ ഈവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴൊക്കെ സംഗതി നമ്മളെല്ലാണ്ട് ഏൽപ്പിച്ചു കൊടുക്കലല്ലേ. അതേമാതിരി നമ്മുടെ ഫുഡും കാര്യങ്ങളും പന്തലും ഒന്നും അല്ല ഏൽപ്പിച്ചു കൊടുക്കരുത്. വിവാഹമാണ് കഴിഞ്ഞാൽ നമ്മൾ ആരാകണം, എങ്ങനെയാകണം, നമ്മുടെ സ്റ്റെപ്പ് എങ്ങനെ എടുത്തു വെക്കണം, നമ്മളെ പൊസിഷൻ എങ്ങനെയാകണം. ഇങ്ങോട്ടേക്ക് നിങ്ങളെ വലത്തെ കവിളില് പുതിയാപ്പണ്ട മൂക്ക് ഇങ്ങനെ മുട്ടട്ടെ, ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരികയാണ്. ഇതൊക്കെ നടക്കുന്നത് കണ്ടില്ല നിങ്ങള്? പണ്ടൊക്കെ ഈ കല്യാണല്ലേ, സന്തോഷമൊക്കെ വേണം, കുട്ടികളല്ലേ, ഒരു പാട്ട് പാടിക്കോട്ടെ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികളല്ല പാട്ട് പാടുന്നതും ഡാൻസ് എടുക്കുന്നതും ഒപ്പന കളിക്കുന്നതും. പിന്നെ ആരാണ്? നാത്തൂമാരുടെ ഒരു ടീം വേറെ. ഈ ഭാഗത്തൊന്നുമില്ലേ? ഞാനത് കണ്ട് ഇടങ്ങേറായി വന്ന് എവിടെയെങ്കിലും ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ച അങ്ങനെ പറയണത്. വലിയ വലിയ ഒന്നിനാത്രം പോകുന്ന വല്യമ്മമാര് ഒരു 2 മാസം മുമ്പൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്തിട്ട് പരസ്യമായത് സ്റ്റേജിൽ വന്നിട്ട്. ഏതായാലും ഇത്തരം ആർഭാടങ്ങളും അതേപോലെ തന്നെ ആഭാസങ്ങളും കോപ്രായ നൃത്തങ്ങളും ഇതൊക്കെ നീക്കി അടിച്ചു തുടച്ച് ഈ ജാതി ഇസ്ലാഹ് എല്ലാ രംഗത്തും നമ്മൾ ശരിക്ക് ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ. അപ്പൊ ഞാൻ ചുരുക്കുകയാണ് പറയാനുള്ളത്, നമ്മളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ഇസ്ലാഹ് തുടങ്ങണം. നമുക്ക് എവിടെയൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് അത് തീർക്കേണ്ടതും ചികിത്സിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നല്ല മരുന്ന് പഠിച്ചോ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതെന്താണ്? കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകും. ദുനിയാവിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം അവൻ നമുക്ക് ചൊരിഞ്ഞു തരും. പരലോകത്ത് നമ്മളായിരിക്കും ശ്രേഷ്ഠരായ ആളുകൾ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആരെങ്കിലും വിശ്വാസത്തോടുകൂടി സുകൃതങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദുനിയാവിൽ തന്നെ നല്ലൊരു ജീവിതം നാം അവർക്ക് നൽകും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹ് ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കൂല. വലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം നാം അവർക്ക് നൽകും. അതിന്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കൂ. ഐ ഹയാതൻ റാളിയതൻ മർളിയതൻ ഫിദ് ദുനിയാ, ദുനിയാവിൽ. എന്തുകൊണ്ട്? നമ്മുടെ ഈമാൻ കൊണ്ട്, നമ്മുടെ അമലു സ്വാലിഹാത്ത് കൊണ്ട് ജീവിത സൗഭാഗ്യവും സംതൃപ്തിയും സന്തോഷവും പടച്ചവൻ നൽകും. ദുനിയാവ് മാത്രം മതിയാവൂല. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. നിങ്ങൾ ചെയ്ത സുകൃതങ്ങൾക്ക് അതിരും എതിരുമില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്ക് നൽകി നമ്മെ ആദരിക്കും. ഈ ആദരവ് നേടുന്നവരാകണം നമ്മൾ. നമ്മുടെ വിശ്വാസം കൊണ്ട്, സുകൃതം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമുക്ക് നൽകിയ ഹിദായത്ത് കൊണ്ട്, ദീന് കൊണ്ട്, സന്മാർഗം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അളവറ്റ ദയാപരനും പരമകാരുണികരുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ
അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.